السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മുടെ അറിവനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ജമാഅത്ത് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നിസ്കാരത്തിലെ ജമാഅത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നൊരു ഹദീസിൽ കാണാൻ കഴിയുന്നതാണ്, സലാസത്തും ഫി ലമാനില്ലാഹി അസ്സ വജല്ല. മൂന്നാളുകൾ അല്ലാഹു തആലയുടെ പ്രത്യേകമായ സംരക്ഷണത്തിലാണ്. ഒന്ന്, റജുലുൻ ഖറജ മിൻ ബൈതിഹി ഇലാ മസ്ജിദി മിൻ മസാജിദില്ലാഹി അസ്സ വജല്ല. ഒരാൾ അവൻ്റെ വീട്ടിൽ നിന്നവൻ പുറപ്പെട്ടു അള്ളാഹുവിൻ്റെ പള്ളികളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. അവൻ്റെ സംരക്ഷണം അള്ളാഹ് ഏറ്റെടുത്തിരിക്കുകയാണ്. വറജുൽ ഖറജ ഖാസിയം ഫി സബീലില്ലാ, അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ട ഒരു മനുഷ്യനും, വറജുലുൻ ഖറജ ഹാജൻ, ഹജ്ജ് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ട മനുഷ്യനും, ഇവരൊക്കെ ഈ മൂന്ന് പേരും അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നാം ജമാഅത്തിന് വേണ്ടി നമ്മുടെ പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ തന്നെ ആ ഒരു പുറപ്പാടിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നതാണ്. നാം അള്ളാഹുവിൻ്റെ കെയർ ഓഫിലായിക്കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിക്കൊണ്ടാണ് പിന്നീട് നമ്മുടെ സഞ്ചാരങ്ങൾ ഉണ്ടാകുന്നത്. അതൊരു വലിയൊരു നേട്ടമാണ് നമുക്ക് അതിലൂടെ ലഭ്യമാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിസ്കാരത്തിലെ ജമാഅത്ത് അത് മദീനയിൽ വെച്ചുകൊണ്ടാണ് ശർആക്കപ്പെടുന്നത്, നിയമമാക്കപ്പെടുന്നത്. ജമാഅത്ത് നിസ്കാരം ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും ശരിയാകുമെങ്കിലും ജമാഅത്തായി നാം നിസ്കരിച്ചാൽ വലിയ നേട്ടങ്ങളാണ്. ഒറ്റയ്ക്ക് എത്ര നിസ്കരിച്ചാലും കിട്ടാത്ത ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ജമാഅത്തായി നിസ്കരിച്ചാൽ നേടിയെടുക്കാൻ കഴിയുന്ന വലിയൊരു അമലാണ് ഈ ജമാഅത്ത് എന്ന് പറയുന്നത്. അത് മദീനയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് അത് ശർആക്കപ്പെട്ടിട്ടില്ല, നിയമമാക്കപ്പെട്ടിട്ടുള്ള മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിൻ്റെ കൂടെ ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും, അത് രഹസ്യമായിട്ടൊക്കെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും പരസ്യമായി ഇസ്ലാമിൻ്റെ ഷിയാർ വെളിവാകുന്ന രീതിയിൽ അത് നിയമമാക്കപ്പെടുന്നത്, ശറയിൽ വരുന്നത് അത് മദീനയിൽ വെച്ചുകൊണ്ടാണ്. ആ ജമാഅത്ത് നിസ്കാരത്തെക്കുറിച്ച് ധാരാളം അതിൻ്റെ ഫളീലത്തുകൾ വിവരിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ബുഖാരി ഇമാമും അതുപോലെ തന്നെ മുസ്ലിം റളിയല്ലാഹു അൻഹുവും രണ്ടുപേരും ഒരു ഹദീസ് റിവായത്ത് ചെയ്തു കഴിഞ്ഞാൽ അതിനാണല്ലോ മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടുപേരും ഇത്തിഫാഖായി റിവായത്ത് ചെയ്ത ഒരു ഹദീസിൽ കാണാം, സ്വലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സ്വലാത്തുൽ ഫർദി ബി 27 ദർജ. ജമാഅത്ത് നിസ്കാരം അത് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാളും 27 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒറ്റയ്ക്ക് നിസ്കരിച്ച് നമ്മൾ 27 വട്ടം നിസ്കരിച്ചാൽ അതിന് കിട്ടുന്ന പ്രതിഫലം ആ പ്രതിഫലത്തേക്കാൾ അഫ്ളലാണ്. ആ പ്രതിഫലമാണ് എന്നല്ല, ആ പ്രതിഫലത്തേക്കാളും അഫ്ളലാണ് ജമാഅത്തായി നാം നിസ്കരിക്കുന്ന ഒരു നിസ്കാരം. അതായത് നാം ളുഹർ ജമാഅത്തായി നിസ്കരിച്ചാൽ നമുക്ക് കിട്ടുന്ന നേട്ടം, അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു കൂലി 27 ദിവസം
ഏകദേശം ഒരു മാസത്തോളം നമ്മൾ ളുഹുർ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ആ ഒരു മാസത്തോളം നമ്മൾ നിസ്കരിച്ച ളുഹുറിന് കിട്ടാൻ പോകുന്ന പ്രതിഫലമാണ് ഒറ്റ ളുഹുറിന് ജമാഅത്തായി നാം നിർവഹിക്കുന്ന ഒറ്റ ളുഹുറിന് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ഏടുകൾ വർദ്ധിപ്പിക്കാൻ, നമ്മുടെ ഏടിൽ നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു വലിയ ഒരു അമലാണ് ജമാഅത്തായി നിസ്കരിക്കുക എന്ന് പറയുന്നത്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ തവല്ലഹ ഫഅഹ്സനൽ വുളൂഅ സുമ്മ ഖറജ ഇലൽ മസ്ജിദി. ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് വുളുണ്ടാക്കി, നല്ല രീതിയിൽ വുളുണ്ടാക്കി അവൻ പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ, നിസ്കരിക്കാൻ വേണ്ടി, ജമാഅത്തിന് വേണ്ടി, ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരാൾ പള്ളി ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ, ലാ യുഖ്രിജുഹു ഇല്ല സ്വലാ, അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിസ്കാരം മാത്രമാണ് അതിന് കാരണമുള്ളത്. വേറെ എന്തെങ്കിലും ആവശ്യത്തിന് അങ്ങാടി പോയപ്പോൾ പള്ളിയിൽ കയറിയതല്ല. പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി പോവുക, നിസ്കരിക്കാൻ വേണ്ടി പോവുക എന്നുള്ള നിയ്യത്തോടു കൂടെ തന്നെയാണ് വീട്ടിൽ നിന്ന് അവൻ പുറത്തിറങ്ങുന്നത്. അങ്ങനെയെങ്കിൽ ലം യഖുത് ഖുത്വതൻ ഇല്ലാ റുഫിഅത് ലഹു ബിഹാ ദറജ. അവൻ ഓരോ ചവിട്ടടി വെക്കും തോറും അവൻ്റെ ഓരോ ദർജകൾ ഉയർത്തപ്പെടുന്നതാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ പള്ളിയിലേക്ക് എത്തുന്നത് വരെയുള്ള നാം വെച്ച ഓരോ ചവിട്ടടിയും, ആ ചവിട്ടടികൾക്ക് അള്ളാഹു ഓരോ ചവിട്ടടിക്കും പകരം അവൻ്റെ ദർജ ഉയർത്തുന്നതാണ്. അതുപോലെ തന്നെ വഹുത്ത അൻഹു ബിഹാ ഖതീഅ, ഓരോ ചവിട്ടടിക്ക് പകരം അവൻ്റെ ഓരോ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എത്ര ചവിട്ടടി എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മൾ കുറച്ച് ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിലും ഒരുപാട് ചവിട്ടടികൾ അതിൽ വരും. അപ്പോൾ അത്ര ദോഷങ്ങൾ അവനക്കെന്താവും, അള്ളാഹു പുറത്തു കൊടുക്കും. ഒന്നും ചെല്ലാനുമില്ല, ചെയ്യാനുമില്ല, ഒന്നുമില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിസ്കരിക്കുക എന്നുള്ള ഒറ്റ നിയ്യത്തോടു കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പള്ളിയിലേക്ക് എത്തുന്നത് വരെയുള്ള ചവിട്ടടികൾ, ആ ചവിട്ടടി, ഓരോ ചവിട്ടടിക്ക് പകരം നമ്മൾ ഓരോ ദർജ ഉയർത്തപ്പെടുകയും ഓരോ ചവിട്ടടിക്ക് പകരം നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയൊരു അമലാണ്. എണ്ണിക്കണക്കാക്കാൻ പറ്റാത്തത്ര നന്മകൾ നമുക്ക് ഇതുകൊണ്ട് നേടിയെടുക്കാൻ കഴിയും. അങ്ങനെ വീണ്ടും നബി തങ്ങൾ ആ ഹദീസിൽ പറയും, ഇത് മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്, ഫൈദാ സ്വല്ല, അങ്ങനെ അവൻ പള്ളിയിലെത്തി നിസ്കരിച്ചു കഴിഞ്ഞാൽ ലം തസലിൽ മലായിക്കത്തു തുസല്ലി അലൈഹി, അള്ളാഹുവിൻ്റെ മാലാക്കമാര്, അള്ളാഹുവിൻ്റെ മലായിക്കത്ത് അവൻക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. മാദാമ ഫീ മുസല്ലാഹു, അവൻ്റെ മുസല്ലയിൽ ഇരിക്കുന്ന കാലത്തോളം. മാലം യുഹദിസ്, അവൻ വുളുവോടുകൂടെ അവൻ്റെ മുസല്ലയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് അവൻ്റെ മുസല്ലയിൽ ഇരിക്കുന്ന കാലത്തോളം അവനക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ ജമാഅത്തിന് വേണ്ടി പോകുമ്പോഴും നമുക്ക് നേട്ടമാണ്. ജമാഅത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടെ എത്ര സമയം നമ്മൾ ഇരിക്കുന്നുണ്ടോ പള്ളിയിൽ, അപ്പോഴും മലക്കുകളുടെ ദുആ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ്, മൻ തവല്ല ഫഹ്സനൽ വുളുവ സുമ്മ റാഹ, ഒരാൾ നല്ല രീതിയിൽ വുളുണ്ടാക്കി വീട്ടിൽ നിന്ന് രാവിലെ പുറപ്പെട്ടു, ഫവജദന്നാസ ഖദ് സല്ലു, അതായത് പള്ളിയിലേക്ക് നമ്മൾ പോയത് ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് പോയി. പക്ഷേ നമ്മൾ പോയത് കുറച്ച് സമയം വൈകിയത് കാരണത്താൽ ആളുകളൊക്കെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, ഖദ് സല്ലു, ജനങ്ങളൊക്കെ അവർ നിസ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അഅതാഹുല്ലാഹു, അള്ളാഹു അവനക്ക് നൽകും ഈ അജ്റ മൻ സല്ലഹ വഹളറഹ, ആ നിസ്കരിച്ച ആളുകളുടെയും അതിൽ പങ്കെടുത്ത ആളുകളുടെയൊക്കെ കൂലി അള്ളാഹു അവനക്ക് നൽകും. ലാ യൻഖുസു ദാലിക മിൻ അജ്രിഹിം ഷൈഅ, ഇത് ഇവനക്ക് നൽകുന്നത് കൊണ്ട് അവർക്ക്, ആ നിസ്കരിച്ച ആളുകൾക്ക് ഒന്നും അവരുടെ കൂലി കുറയുകയുമില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ജമാഅത്തിൽ പങ്കെടുക്കുക എന്നുള്ള നിയ്യത്തോടു കൂടെ പുറപ്പെട്ടാൽ തന്നെ, ഇനി നമ്മൾ പള്ളിയിലേക്ക് എത്തിയിട്ട് ജമാഅത്ത് നമുക്ക് കിട്ടിയില്ല, അപ്പത്തിന് ജമാഅത്ത് കഴിഞ്ഞു, എന്നാലും നമുക്ക് ആ ജമാഅത്തിൻ്റെ പ്രതിഫലം കിട്ടും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴുള്ള നിയ്യത്താണ് പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെടാതെ എനിക്ക് ജമാഅത്തിൽ പങ്കെടുക്കണം.
ആ ഒരു നിയത്തോടു കൂടെ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ വേഗം ചെയ്ത് ജമാഅത്ത് കിട്ടേണ്ട രീതിയിൽ കിട്ടണം എന്നുള്ള നിയത്തോടു കൂടെ നാം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ഓരോ ചവിട്ടടിക്കും പ്രത്യേകതയുണ്ട്. അവിടെ എത്തുന്നത് വരെ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാകുന്നു. മാത്രമല്ല അത് ഇനി ജമാഅത്ത് കിട്ടിയിട്ടില്ലെങ്കിലും അവനക്ക് ജമാഅത്തിൻ്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതുമാണ്. ഇങ്ങനെ ധാരാളം ഹദീസുകൾ നമുക്ക് ഈ ജമാഅത്തിൻ്റെ ഫളീലത്തുമായി അതിൻ്റെ ശ്രേഷ്ഠതയുമായും ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ജമാഅത്ത് നഷ്ടപ്പെടാതെ നമ്മൾ ഓരോ നിസ്കാരങ്ങളും അത് ജമാഅത്തായിക്കൊണ്ട് തന്നെ നിർവഹിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഏത് നിസ്കാരത്തിലെ ജമാഅത്തിനാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത എന്ന് നമ്മുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായ ജമാഅത്ത് എന്ന് പറയുന്നത് ജുമുഅയിലെ ജമാഅത്താണ്. ജുമുഅ നിസ്കാരത്തിലെ ജമാഅത്തിനാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്. ജുമുഅയിലെ ജമാഅത്ത് ഷർത്തുമാണ്. ജമാഅത്തില്ലാതെ ജുമുഅ സഹിയാവുകയുമില്ല. പിന്നീട് ഏറ്റവും ശ്രേഷ്ഠത സുമ്മ ഫി സുബ്ഹിഹ, പിന്നെ ജുമുഅയിലെ അതായത് വെള്ളിയാഴ്ച സുബഹി നിസ്കാരം, വെള്ളിയാഴ്ച ദിവസത്തിലെ സുബഹി നിസ്കാരത്തിൻ്റെ ജമാഅത്തിനാണ് പിന്നീട് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്. സുമ്മ സുബഹി, പിന്നെ ബാക്കിയുള്ള സുബഹി നിസ്കാരങ്ങളിൽ പൊതുവെ എല്ലാ സുബഹി നിസ്കാരങ്ങൾക്കുമാണ് ഏറ്റവും കൂടുതൽ മറ്റുള്ളതിനെ അപേക്ഷിച്ച് ശ്രേഷ്ഠതയുള്ളത്. സുമ്മൽ ഇഷായി, പിന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഇഷാ നിസ്കാരത്തിലെ ജമാഅത്തിനാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്. അതിനുശേഷം സുമ്മൽ അസ്രി, പിന്നെ അസ്ർ നിസ്കാരത്തിൻ്റെ ജമാഅത്തിനാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്. സുമ്മൽ ലുഹരി, പിന്നെ ലുഹർ. സുമ്മൽ മഗ്രിബി, പിന്നെയാണ് മഗ്രിബി നിസ്കാരത്തിലെ ജമാഅത്തിൻ്റെ ശ്രേഷ്ഠത. അപ്പോൾ എല്ലാ നിസ്കാരങ്ങളിലുള്ള ജമാഅത്തിന് ഒരുപോലെയുള്ള പ്രതിഫലമല്ല, വ്യത്യസ്തമായ പ്രതിഫലങ്ങളാണ്. അതിൽ ഏറ്റവും മുന്തി നിൽക്കുന്നത് ജുമുഅയിലെ ജമാഅത്താണ്. അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച സുബഹിയിലെ ജമാഅത്താണ്. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ സുബഹിക്കുമുള്ള ജമാഅത്ത്, പിന്നെ ഇഷാ, പിന്നെ അസ്ർ, പിന്നെ ളുഹർ, പിന്നെയാണ് മഗ്രിബ്. ഇങ്ങനെയാണ് അതിൻ്റെ അഫ്ളലിൻ്റെ തർത്തീബ് എന്ന് മഹാന്മാർ ഹദീസിൻ്റെയും ഒക്കെ വെളിച്ചത്തിൽ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ടത് സുബഹിയിലെ ജമാഅത്താണ്. അതിന് ഏറ്റവും കൂടുതൽ പ്രതിഫലമുണ്ട്, കൂടുതൽ അതിന് പിന്നെ ഫലങ്ങളുമുണ്ട്. അതിൻ്റെ ഒരു ശ്രേഷ്ഠത വളരെ കൂടുതലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇഷായിലെ ജമാഅത്താണ്. ഇത് രണ്ടും നമുക്ക് കിട്ടിയാൽ പ്രത്യേകമായ നേട്ടങ്ങളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ നമുക്ക് സൂചിപ്പിച്ചു തരുന്നുണ്ട്. മൻ സ്വല്ലൽ ഇഷാ ഫി ജമാഅത്തിൻ, ഇഷാ നിസ്കാരം ഒരാൾ ജമാഅത്തിൽ നിസ്കരിച്ചാൽ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈലി, അവൻ രാത്രി പകുതി നിന്ന് നിസ്കരിച്ചവനെ പോലെയാണ്. വമൻ സ്വല്ല സുബ്ഹ ഫി ജമാഅത്തിൻ, സുബഹി ഒരാൾ ജമാഅത്തായി നിസ്കരിച്ചു കഴിഞ്ഞാൽ ഫകഅന്നമാ ഖാമൽ ലൈല കുല്ലഹു, അവൻ രാത്രി മുഴുവനും നിസ്കരിച്ചവനെ പോലെയാണ്. അപ്പോൾ ഒരു ദിവസം നമുക്ക് സുബഹി നിസ്കാരവും ഇഷാ നിസ്കാരവും ഒരാൾക്ക് ജമാഅത്തായി നിർവഹിക്കാൻ സാധിച്ചാൽ, ജമാഅത്തായി ഇഷാവും നിസ്കരിച്ചു, റാഹത്തായി ജമാഅത്തായി അന്നത്തെ സുബഹി നിസ്കരിച്ചാൽ ആ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചവനെ പോലെയാണ് അവനെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ജമാഅത്ത് നമുക്ക് നഷ്ടപ്പെടാതെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാ രാത്രിയിലും നിന്ന് നിസ്കരിച്ച അവരുടെ കൂലി നമുക്ക് നിഷ്പ്രയാസം നേടിയെടുക്കാനുള്ള വലിയ ഒരു ഓഫറാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ ഈ ജമാഅത്ത് ഒരാൾ ഇങ്ങനെ ഇതിനെ നിത്യമാക്കി കൊണ്ടുപോകല്ല. നമുക്ക് സൗകര്യപ്പെടുമ്പോൾ നമുക്ക് ജമാഅത്തായി നിസ്കരിക്കുക എന്നതിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കാൻ കൂടി ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, 40 ദിവസം ഒരാൾ ജമാഅത്ത് മുടങ്ങാതെ ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ, 40 ദിവസത്തിലെ ജമാഅത്ത് പോലും അവനക്ക് മുടങ്ങിയിട്ടില്ല, എല്ലാ വക്ത് നിസ്കാരത്തിനും ജമാഅത്തായി 40 ദിവസം ഒരാൾ നിസ്കരിച്ചു. യുദ്രിക്കു തക്ബീറത്തുൽ ഉല, ഒന്നാമത്തെ തക്ബീർ, അതായത് തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്ന രീതിയിൽ, തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ആ സമയത്ത് തന്നെ, അതായത് ഒരു റക്അത്ത് നഷ്ടപ്പെടാതെ ഒന്നാമത്തെ റക്അത്തിലെ ആ നിസ്കാരം തുടങ്ങുന്ന സമയത്ത് തന്നെ അവൻ എന്തുണ്ട്, നിസ്കാരത്തിൽ അവിടെ പള്ളിയിലുണ്ട്, ജമാഅത്തിലുണ്ട്. അങ്ങനെ ഒരാൾ 40 ദിവസം അത് നഷ്ടപ്പെടാതെ ഒരാൾക്ക് കിട്ടിയാൽ
കുത്തിബലഹു ബറാഅത്താനി, അവനക്ക് 2 ബറാഅത്ത് എഴുതപ്പെടുന്നതാണ്, 2 മോചനം അവനക്ക് ഉറപ്പിക്കപ്പെടുന്നതാണ്, അള്ളാഹു കണക്കാക്കുന്നതാണ്. ഒന്ന് ബറാഅത്തും മിനൻ നാരി, ഒന്ന് നരകത്തിൽ നിന്നുള്ള മോചനമാണ്. ബറാഅത്തും മിനൻ നിഫാഖി, അത് മറ്റൊന്ന് നിഫാഖിൽ നിന്നുള്ള മോചനമാണ്. അവൻ പിന്നെ മുനാഫിഖാകൂല, അതുപോലെ തന്നെ നരകത്തിലും കടക്കൂല. അപ്പോൾ അവൻ ഒരു നല്ലൊരു മനുഷ്യനാണ് എന്നതിൻ്റെ ഒരു തെളിവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ നമുക്ക് സ്വർഗപ്രവേശനവും അതുപോലെ തന്നെ യഥാർത്ഥ ഒരു മുഅ്മിനായി ജീവിപ്പിക്കാനും അള്ളാഹു വിചാരിച്ചിട്ടുണ്ട്, കരുതിയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. നല്ലൊരു മനുഷ്യനാണ് ഇവൻ എന്നതിൻ്റെ തെളിവ് കൂടിയാണ് 40 ദിവസം നമുക്ക് ജമാഅത്ത് മുടങ്ങാതെ കിട്ടുക എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഈ ഒരു പിന്നെ ഇങ്ങനെയുള്ള അമലുകളൊക്കെ ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് റജബിൻ്റെ മാസമാണ്. റജബിൻ്റെ മാസത്തിൽ അമലുകളെ കൊണ്ട് ധന്യമാക്കേണ്ട മാസങ്ങളാണ് റജബും ഷഅബാനും റമദാനും ഒക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ബർക്കത്തുകളൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു ഹദീസ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹദീസല്ല, ഒരു ചരിത്രം, ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ 27 ഇരട്ടി പ്രതിഫലമാണ്, 27 ഇരട്ടിയേക്കാൾ പ്രതിഫലമാണ് എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഒരു ജമാഅത്തിൻ്റെ ആ ഒരു കൂലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? അത് 27 വട്ടം നിസ്കരിച്ചാൽ ചിലപ്പോൾ നമുക്ക് നേടിയെടുക്കാം എന്ന് നമ്മൾ വിചാരിക്കും. എന്നാലും നമുക്കത് കിട്ടാത്ത ഒരുപാട് അതായത് നമ്മൾ ഒറ്റയ്ക്ക് എത്ര വട്ടം നിസ്കരിച്ചാലും, ഒറ്റയ്ക്ക് എന്ത് ചെയ്തു, ഒരാൾ ളുഹൂർ 50 വട്ടം നിസ്കരിച്ചു, 100 വട്ടം നിസ്കരിച്ചു, എന്നാലും കിട്ടാത്ത ചില നേട്ടങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഉണ്ട്. അതെന്താണ്? അതാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സമാഅത്തുൽ ഖാദി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറയാണ്, അവരുടെ ചരിത്രം പറയാണ്, മകസ്തു 40 സനതൻ ലം തഫുതുനി തക്ബീറത്തുൽ ഊല ഇല്ലാ യൗമൻ വാഹിദൻ. ഞാൻ 40 കൊല്ലമായി, 40 വർഷമായി എനിക്ക് ഒരു റക്അത്ത് പോലും തക്ബീറത്തുൽ ഇഹ്റാം എനിക്ക് നഷ്ടപ്പെട്ടിട്ടേ ഇല്ല. അതായത് എല്ലാ ജമാഅത്തിലും തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ അതായത് തുടക്കഘട്ടത്തിൽ തന്നെ ഞാൻ ഉണ്ടാവാറുണ്ട്. 40 കൊല്ലമായിട്ട് എനിക്ക് ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടില്ല. ഇല്ല യൗമൻ വാഹിദൻ, ഒരു ദിവസമല്ലാതെ. ഒരു ദിവസം മാത്തത്ത് ഫീ ഉമ്മി, എൻ്റെ ഉമ്മ മരണപ്പെട്ട ദിവസം എനിക്കെന്തായി? ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടു. ഫഫാത്തത്തിനി സ്വലാത്തും വാഹിദ ഫി ജമാഅത്തിൻ, ജമാഅത്തിലായും കൊണ്ടുള്ള ഒരു നിസ്കാരം എനിക്ക് ജമാഅത്തിലായി നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. ഒരു നിസ്കാരം എനിക്ക് നഷ്ടപ്പെട്ടു 40 കൊല്ലത്തിൽ. ഫഖുംതു ഫസല്ലൈതു, അങ്ങനെ ഒന്ന് എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഫസല്ലൈതു 25 സ്വലാത്തൻ, ഞാൻ 25 പ്രാവശ്യം നിസ്കരിച്ചു. അതായത് ഒരു ഹദീസിൽ 25 ഇരട്ടിയേക്കാളുന്നുണ്ട്, മറ്റൊരു ഹദീസിൽ 27 ഇരട്ടിയേക്കാളുന്നുണ്ട്. ഏതായാലും ഈ ഒരു പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇത്ര 25 പ്രാവശ്യം നിസ്കരിച്ചു. ഒരു നിസ്കാരം ജമാഅത്തായി നിർവഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ നിസ്കാരം 25 വട്ടം നിസ്കരിച്ചു. ആ ഒരു ജമാഅത്തിൻ്റെ കൂലി കിട്ടണമെന്ന് എഴുതിക്കാണ്ട്. ഉരീദു ബിദാലിക തളഈഫ, ആ ഒരു ഇരട്ടി പ്രതിഫലം കിട്ടലിനെയാണ് ഞാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിസ്കരിച്ചത്, അത് ഉദ്ദേശിച്ചുകൊണ്ട്. അങ്ങനെ ഫലബത്തിനി ഐനി, ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ഉറക്കം വന്നു, അങ്ങനെ ഞാൻ ഉറങ്ങി. ഫാത്താനിയാത്തിൻ, ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കാണുകയാണ്, ഒരാൾ എന്നിലേക്ക് വരുന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദു, ഓ മുഹമ്മദ് ബിൻ സമാ എന്നവരെ, ഖദ് സല്ലൈത 25 സ്വലാത്തൻ, നിങ്ങൾ 25 വട്ടമൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്. വലാക്കിൻ കൈഫ ബി തഅ്മീനിൽ മലായിക, നിങ്ങൾക്ക് ആ മലക്കുകളുടെ ആമീൻ എങ്ങനെ കിട്ടും എന്ന് ബഹുമാനപ്പെട്ടവരോട് ഒരു സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഒരാൾ ചോദിക്കുകയാണ്. അതായത് ജമാഅത്തായി നമ്മൾ നിസ്കരിക്കുമ്പോൾ ഇമാമ് വലദ്ദാല്ലീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇമാമിൻ്റെ കൂടെ ആമീൻ എന്ന് പറയൽ സുന്നത്താണ്. ഈ ആമീൻ എന്ന് പറയുന്നതിന് വലിയ പ്രതിഫലമുണ്ട്. അത് മലക്കുകൾ ആമീൻ പറയുന്ന ആ ഒരു സമയം കൂടിയാണ്. അപ്പോൾ നമ്മുടെയും മലക്കുകളുടെയും ആമീൻ ഒപ്പമായി കഴിഞ്ഞാൽ, ഒപ്പമാകൽ എങ്ങനെയാണ്? ഇമാമ് പറയുമ്പോൾ എന്ത് ചെയ്യുക? ഇമാമിൻ്റെ ഒപ്പം ആമീൻ പറയുക. അപ്പം എന്താവും? മലക്കുകളുടെ ആമീനോട് യോജിക്കുന്നതാണ്. അങ്ങനെ യോജിച്ച് കഴിഞ്ഞാൽ അതിന് വലിയ പ്രതിഫലമാണ്. അതിപ്പോൾ നമ്മൾ എത്ര ഒറ്റയ്ക്ക് ഒരു 100 വട്ടം 1000 വട്ടം നിസ്കരിച്ചാലും ഇമാമിൻ്റെ ആമീനോട് കൂടെ ആമീൻ പറയാൻ കഴിയൂലല്ലോ.
അപ്പോൾ അതാണ് ഇത് വന്ന് ചോദിക്കുന്നത്, നിങ്ങൾ 25 വട്ടമൊക്കെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ മലക്കുകളുടെ ആമീൻ നഷ്ടപ്പെട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ജമാഅത്തിൻ്റെ ആ ഒരു പ്രതിഫലം നമ്മൾ ഒറ്റയ്ക്ക് എത്ര നിസ്കരിച്ചാലും അതിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പരിശോധിച്ചാൽ പലതും നമുക്ക് ഒറ്റയ്ക്ക് നിസ്കാരത്തിൽ എത്ര നിസ്കരിച്ചാലും നേടിയെടുക്കാൻ കഴിയാത്തതുണ്ട്. ഈ 27 ഇരട്ടി പ്രതിഫലം എന്ന് പറയുന്നിടത്തൊക്കെ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്, അതിൻ്റെ ഓരോ കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട്. അതായത് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നല്ല നിയത്തോടെ ജമാഅത്തിൽ പങ്കെടുക്കണം എന്നുള്ള നിയത്തോടു കൂടെ പുറപ്പെടൽ മുതൽ ആ പള്ളിയിൽ പിന്നെ പള്ളിയിൽ ജമാഅത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കൽ മുതൽ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എണ്ണിയിട്ടാണ് ഇങ്ങനെയാണ് 27 ഇരട്ടി പ്രതിഫലമാകുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജമാഅത്തുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നല്ല രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ആ ജമാഅത്തിൽ പങ്കെടുക്കുക എന്നുള്ള നിയത്തോടു കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല രീതിയിൽ ജമാഅത്തുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ജമാഅത്ത് നിർവഹിക്കുമ്പോൾ ഒരുപാട് പ്രതിഫലങ്ങൾ ആ ഒരു ജമാഅത്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. പറഞ്ഞതും കേട്ടതുമൊക്കെ അള്ളാഹു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.